നമ്മൾ യൂസ് ചെയ്യുന്ന ഇമോജീസ് സാത്താനിക് സയൻസ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് പറഞ്ഞത് ഞാനല്ല, ഒരുപാട് വാദപ്രതിവാദങ്ങൾ നടക്കുന്ന ഒരു കോൺസ്പിറസി തിയറിയാണത്. എന്ന് വെച്ച് ഈ ഒരു കോൺസ്പിറസി തിയറി വെറുതെ അങ്ങ് ഉണ്ടായതല്ല. ഇതിൻ്റെ പിന്നിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ബൈബിളിലെ സോളമൻ രാജാവിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹം ബുദ്ധിശാലിയും വളരെ നീതിമാനുമായിരുന്ന ഒരു രാജാവായിരുന്നു. അതിനാൽ ദൈവം മിഖായേൽ മാലാഖ വഴി ഒരു മോതിരം ഈ സോളമൻ രാജാവിന് സമ്മാനമായി നൽകുന്നുണ്ട്. ഈ അത്ഭുത ശക്തിയുള്ള മോതിരത്തിന്റെ പേരാണ് സീൽ ഓഫ് സോളമൻ. ഈ ഒരു അത്ഭുത മോതിരം കൊണ്ട് അദ്ദേഹത്തിന് ആത്മാക്കളെ വിളിച്ചു വരുത്തുവാനും അവയെ നിയന്ത്രിക്കുവാനും അവയെ ഉപയോഗിച്ച് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാനും സാധിക്കുമായിരുന്നു. ഈ മോതിരം ഉപയോഗിച്ച് സോളമൻ രാജാവ് 72 ആത്മാക്കളെ വിളിച്ചു വരുത്തുകയും ഒരു പ്രത്യേക വെസലിൽ അവയെ സീൽ ചെയ്ത് അടച്ചു വെക്കുകയും ചെയ്തു. ഈ ഓരോ ആത്മാക്കൾക്കും പ്രത്യേക പേരും കഴിവുകളും ഉണ്ടായിരുന്നു. ഈ 72 ആത്മാക്കളെ സീൽ ചെയ്തതോടുകൂടി 72 പെന്റക്കിൾസും ഉണ്ടായി. പെന്റക്കിൾസ് എന്ന് പറയുന്നത് വൃത്താകൃതിയിലുള്ള എന്തെങ്കിലും ജോമെട്രിക്കൽ പാറ്റേൺസോ ദൈവനാമങ്ങളോ ഒക്കെയുള്ള ഒരു രൂപമാണ്. അങ്ങനെ ഈ 72 വ്യത്യസ്ത തരത്തിലുള്ള ഡീമോണിക് സിജിൽസ് ആണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഇമോജീസിന്റെ റെപ്രസെന്റേഷൻ എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഇമോജീസ് ഡീമൻ സൈൻസ് ആണ് എന്ന് പറയപ്പെടാൻ കാരണം. എന്നാൽ സോളമൻ രാജാവിന്റെ ഈ ഒരു കഥയെക്കുറിച്ച് ബൈബിളിൽ എങ്ങും തന്നെ പ്രതിപാദിച്ചിട്ടില്ല. ഈ കഥകളൊക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പ്രധാനമായും ടെസ്റ്റമെന്റ്സ് ഓഫ് സോളമൻ, ഗ്രേറ്റർ കീ ഓഫ് സോളമൻ എന്നീ ഗ്രന്ഥങ്ങളിലാണ്. മറ്റ് മതഗ്രന്ഥങ്ങളിലൊന്നും തന്നെ ഈ ഒരു സംഭവത്തെക്കുറിച്ച് പറയാത്തതിനാൽ ഇതിപ്പോഴും ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള സ്റ്റോറി ആയിട്ടാണ് നിലനിൽക്കുന്നത്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഇതുപോലെയുള്ള കാര്യങ്ങളുടെ പിന്നിൽ ഇത്രയും മിസ്റ്റീരിയസ് ആയിട്ടുള്ള കഥകളുണ്ടെന്നും തിയറീസ് ഉണ്ടെന്നൊക്കെ അറിയുമ്പോൾ എനിക്ക് വളരെ അതിശയവും അത്ഭുതവുമാണ് തോന്നുന്നത്. ഇതുപോലെയുള്ള കേൾക്കുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, എന്നാൽ ഇതിലൊക്കെ സത്യമുണ്ടോ എന്നുപോലും നമ്മൾ വിചാരിച്ചു പോകുന്ന മിസ്റ്റീരിയസ് ആൻഡ് കോൺസ്പിറസി തിയറീസിനെ കുറിച്ചുള്ള വീഡിയോസ് വരും ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും.